ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിക്ക് പ്രസവവേദന കലശലായതുകൊണ്ട് ഓട്ടോയിൽ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ശാരദാമ്മ എത്രയും വേഗം സദാനന്ദ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ശാരദാമ്മ വീണ്ടും വീണ്ടും സദാനന്ദനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സദാനന്ദൻ പറഞ്ഞു, എന്തായാലും ഇങ്ങനൊരു അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ ഇക്കാര്യമൊക്കെ നേരത്തെ അറിയാവുന്നതല്ലേ, അപ്പോൾ ഡേറ്റിന് മുൻപ് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതല്ലേ, ഡേറ്റിന് ഒരു 3-4 ദിവസം മുൻപെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്ന് സദാനന്ദൻ അന്വേഷിച്ചു. അപ്പോഴേക്കും ശാരദാമ്മ ഒന്നും മിണ്ടാനാകാതെ വിഷമത്തോടിരിക്കുമ്പോ ശ്യാമയുമായി നേരെ ഹോസ്പിറ്റലിലേക്ക് സത്യാമ്മയും രോഹിത്തും വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് വിഷ്ണു തിരികെ വീട്ടിലേക്ക് പോകുന്ന നേരത്ത് ശാരദാമ്മ ശാലിനിയുമായി തനിച്ച് ഹോസ്പിറ്റലിലേക്ക് ഓട്ടോയിൽ അതേ സമയത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ കാഴ്ച കണ്ട് ഉടനെ സദാനന്ദൻ പറഞ്ഞു, ഇത്രയേറെ വേദനയൊക്കെ ഈ കുട്ടിക്ക് സഹിച്ചിരിക്കുമ്പോ നിങ്ങൾക്ക് നേരത്തെ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നോ, അതും ഈ രാത്രിയായ സമയത്ത്. ഇതുപോലത്തെ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ സമയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം പല സ്ഥലത്തും പല സംഭവങ്ങളും ഒക്കെ നടക്കാറുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ, ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് പ്രസവം നടന്നു എന്നൊക്കെ. അങ്ങനെയൊക്കെ കേട്ട് പരിചയമുള്ള ഉണ്ടെന്നല്ലാതെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയുകയില്ലല്ലോ. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാകും. പിന്നെ അവരുടെ കയ്യിലല്ലേ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇതുപോലെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കഴിവതും ഒഴിവാക്കാൻ നോക്കുകയാണ് വേണ്ടത് എന്ന് സദാനന്ദൻ ശാരദാമ്മയോട് പറയുന്നു. സദാനന്ദൻ അങ്ങനെ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഓട്ടോ നിന്നു. എന്താ സദാനന്ദ, എന്തു പറ്റി എന്ന് ശാരദാമ്മ ഓട്ടോക്കാരനോട് അന്വേഷിച്ചു. ഉടനെ ഡ്രൈവർ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. അവസാനം സദാനന്ദനോട് ശാരദാമ്മ ചോദിച്ചു, സദാനന്ദ എന്താ പറ്റി? അപ്പോഴേക്കും അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞില്ലേ, വണ്ടി അവിടെ വർക്ക്ഷോപ്പിൽ കയറ്റിയതാണ്. ആ വണ്ടിയിൽ എടുത്താണ് ഞാൻ വന്നത്, അറിയാവല്ലോ. വർക്ക്ഷോപ്പില് പണിക്ക് കയറ്റിയ വണ്ടിയായത് എന്ന് പറയുമ്പോ ശാരദാമ്മ ചോദിച്ചു, എന്നാലും സദാനന്ദ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞത്. അയാൾ പറഞ്ഞു, ഇനി ഞാൻ എന്ത് നോക്കാനാണ്, ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, വണ്ടി സ്റ്റാർട്ടാവില്ല. പിന്നെ ഇപ്പോ ഈ അവസ്ഥയിൽ ഒരു മെക്കാനിക്കിനെ വിളിച്ചു വരുത്തി വണ്ടി നന്നാക്കിയിട്ട് തിരിച്ചു പോകാൻ പറ്റുമോ? അത്രയും നേരത്തേക്ക് ഈ കൊച്ചിനെ ഇവിടെ പിടിച്ചു നിർത്താൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചതും ഉടനെ ആ ഡ്രൈവർ അങ്ങനെയൊക്കെ പറയുമ്പോ ശാരദാമ്മ ചോദിച്ചു, ഇനിയിപ്പോ എന്ത് ചെയ്യും സദാനന്ദ? അപ്പോഴേക്കും അയാൾ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ, ഇതുവഴി ഏതെങ്കിലുമൊക്കെ വണ്ടി വരുമല്ലോ, അപ്പോ ആ വണ്ടിയിൽ കയറ്റിവിടാം, അതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അയാൾ പുറത്തിറങ്ങി നോക്കി. വഴി രണ്ടു വശത്തു നിന്നും ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്ന് അയാൾ നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നു. ഏത് കഷ്ടകാലത്തിലാണോ ഇവിടേക്ക് ഈ വഴി വരാൻ തോന്നിയത് എന്ന് അയാൾ സ്വയം ശപിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് അതിലെ ഒരു കാറ് വരുന്നത് അയാൾ കണ്ടത്. ഒരു വണ്ടി വരുന്നുണ്ട്, ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ വേഗം ആ വണ്ടി വരുന്ന വഴിയിലേക്ക് കൈ നീട്ടിക്കൊണ്ട് അയാൾ നിന്നു. വണ്ടി ഒന്ന് നിർത്തണേ, ഒന്ന് നിർത്തണേ എന്ന് പറഞ്ഞ് അയാൾ കൈ വീശിയിട്ടും ആ വണ്ടിക്കാര് അയാള് എന്തിനാണ് കൈ വീശി ഒന്ന് നിർത്താൻ ആവശ്യപ്പെട്ടെന്ന് പോലും ചോദിക്കാറെ അയാൾ വേഗം വണ്ടിയുമായി അവിടെ നിന്ന് പോയി. ശാലിനി വേദന കൊണ്ട് ഓട്ടോയിൽ കിടന്ന് പൊളഞ്ഞു. അപ്പോഴേക്കും അയാള് പറഞ്ഞു, ഹോ, എന്തൊരു കഷ്ടകാലം, ഇവിടുത്തെ ഒരുത്തിനും വണ്ടി നിർത്തുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആകെ വിഷമിച്ച് അയാൾ അങ്ങനെ നിൽക്കുമ്പോ ശാരദാമ്മ ചോദിച്ചു, എന്തായി സദാനന്ദ? ഉടനെ അയാൾ പറഞ്ഞു, ഞാൻ ശ്രമിച്ചു, പക്ഷെ അവര് വണ്ടി നിർത്താതെ വിട്ടുപോയി, എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഇനിയിപ്പോ എന്താ ചെയ്യുക എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ, ഇനി ഏതെങ്കിലും വണ്ടി വരുമായിരിക്കും, അടുത്തൊരു കാറ് വരുന്നു, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് എന്നാ വേഗം നോക്ക് സദാനന്ദ എന്ന് ശാരദാമ്മ പറഞ്ഞു. ഉടനെ തന്നെ സദാനന്ദൻ ആ കാറുകാരനെ മുന്നിലേക്ക് ചെന്ന് കൈ നീട്ടി. അയാൾ വണ്ടി നിർത്തിയതും ആ ഓട്ടോക്കാരൻ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, അതെ, ഒരു ഹോസ്പിറ്റൽ ഓട്ടോ ആണ്, ഇവിടെ വരുന്ന വഴിക്ക് എന്റെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി, അതുകൊണ്ട് ഒന്ന് സഹായിക്കാവോ, ഒന്ന് ഹോസ്പിറ്റൽ വരെ ഒന്ന് എത്തിക്കണം, വലിയ ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞതും ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ശരി ശരി, കൊണ്ടുപോകാം. അപ്പോഴേക്കും ശാരദാമ്മ വേഗം ശാലിനിയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവിടേക്ക് ആ ഓട്ടോ ഡ്രൈവർ ഓടിയെത്തിയിട്ട് പറഞ്ഞു, അതെ, വേഗം ഇറങ്ങിക്കോ, ദേ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതും ശാരദാമ്മ വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം ശാലിനി പുറത്തേക്ക് ഇറങ്ങി വേദന കാരണം അങ്ങനെ വിഷമിച്ചങ്ങനെ നിൽക്കുന്നത് കണ്ട് ആ കാറുകാരന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. പ്രസവം ആ കാര്യം എന്ന് അറിഞ്ഞതും അയാള് പെട്ടെന്ന് പറഞ്ഞു, എന്തായാലും തടി കാലിയേക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ വേഗം കാറും എടുത്ത് അവിടെ നിന്ന് മടങ്ങി. അപ്പോഴേക്കും ശാരദാമ്മ ശാലിനിയുമായി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അയാൾക്ക് വണ്ടിയും കൊണ്ട് പോയത് കണ്ട് സദാനന്ദൻ പിന്നാലെ ചെന്നിട്ട് അയാൾ നിർത്താതെ പോയി. ഉടനെ സദാനന്ദൻ ശാരദാമ്മയുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ, ഈ നാട്ടുകാരൊക്കെ നല്ല മനസാക്ഷി ഉള്ളവരാ, കണ്ടില്ലേ എന്ന് പറഞ്ഞ് സദാനന്ദൻ അയാളുടെ പ്രവൃത്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ശാരദാമ്മയോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും ആ കൊച്ചിനെ വണ്ടിയിലേക്ക് കയറ്റിയിരുത്ത്, ഞാൻ വേറെ ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ,
അപ്പോ ഏതെങ്കിലും വണ്ടി വന്നാൽ ആ വണ്ടിയിൽ കയറ്റിവിടാം എന്ന് പറഞ്ഞ് ശാരദാമ്മയോട് ശാലിനിയുമായി വണ്ടിയിൽ കയറി ഇരിക്കാനായി പറയുന്നു. ശാരദാമ്മ വീണ്ടും ശാലിനിയും കൂട്ടി ആ വണ്ടിയിലേക്ക് കയറിയ സമയത്ത് വീണ്ടും സദാനന്ദൻ അവിടെ നിന്ന് വാതിൽക്കൽ നിന്ന് നോക്കി. ആരെങ്കിലും വരുന്നുണ്ടോ, ഏതെങ്കിലും ഒരു വണ്ടി അതുവഴി വന്നിരുന്നെങ്കിൽ എന്ന് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ ഒരു ജീപ്പ് വരുന്നത് സദാനന്ദൻ കണ്ടു. വിഷ്ണുവിന്റെ ജീപ്പ് അതുവഴി വരുന്ന സമയത്ത് വേഗം സദാനന്ദൻ മുന്നിലേക്ക് ചെന്ന് കൈ നീട്ടി. വിഷ്ണു വണ്ടി നിർത്തിയതും ഉടനെ ആ സദാനന്ദൻ അരികിലേക്ക് നിന്നിട്ട് പറഞ്ഞു, അത് സാറേ, ഒരു ഹോസ്പിറ്റൽ കേസാണ്, പ്രസവ. ഞാൻ പോകുന്ന വഴിക്ക് എന്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, ഒന്ന് ഹോസ്പിറ്റൽ വരെ ഒന്ന് എത്തിക്കാവോ സാറേ? അത് കേട്ട ഉടനെ വിഷ്ണു പറഞ്ഞു, ആ ശരി, അതിനെന്താ, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. എന്നാ എടോ സാറേ, ഒന്ന് രക്ഷിക്കണം സാറേ എന്ന് വീണ്ടും സദാനന്ദൻ പറയുന്നത് കേട്ട് വിഷ്ണു പറഞ്ഞു, എടോ താൻ കരയൊന്നും വേണ്ടോ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൊണ്ടുപോകാം, അവരോട് വണ്ടിയിൽ കയറിക്കൊള്ളാൻ പറ എന്ന് പറഞ്ഞു. ഉടനെ സാറേ ഒന്ന് സഹായിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് വീണ്ടും സദാനന്ദൻ വേഗം ശാരദാമ്മയുടെ കരികിലേക്ക് വന്നു. ദേ ആ വണ്ടിക്കാരൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു, നിങ്ങൾ വേഗം കൊച്ചിനെ കൊണ്ട് ഇറങ്ങ എന്ന് പറഞ്ഞ് സദാനന്ദൻ ശാരദാമ്മയോട് ഇറങ്ങാനായി പറഞ്ഞു. ഉടനെ ശാരദാമ്മ ചോദിച്ചു, എന്റെ സദാനന്ദ, ഇപ്പോ ഈ ജീപ്പിലൊക്കെ പോകാനായിട്ട് പറഞ്ഞ മുമ്പത്തതുപോലെ ഞാൻ ഇവളെ കൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ അയാള് വണ്ടി വിട്ടോട് പോവോ എന്ന് സങ്കടത്തോടെ ശാരദാമ്മ അന്വേഷിച്ചു. അപ്പോഴേക്കും ആ ഡ്രൈവർ പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ പെങ്കൊച്ചിനെ കൊണ്ട് വേഗം ഇറങ്ങാൻ നോക്ക്, ഞാൻ അയാളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നറിയിച്ചു. അത് കേട്ടതും ഉടനെ ശാരദാമ്മ ശാലിനിയുമായി വേഗം ഓട്ടോയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ശാലിനി പതുക്കെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും ശാരദാമ്മ ശാലിനിയെ ചേർത്ത് പിടിച്ച്, മോളെ ദേ ജീപ്പാ എന്ന് പറഞ്ഞ് വേഗം ആ ജീപ്പിലേക്ക് ശാരദാമ്മ നോക്കി. ആ ജീപ്പിന് നമ്പരും കണ്ടതോടെ ശാരദാമ്മയ്ക്ക് ആകെ സംശയമായി. ജീപ്പ് കണ്ടപ്പോ അത് വിഷ്ണുവിന്റെ ജീപ്പാണെന്ന് ശാരദാമ്മയ്ക്ക് ആകെ സംശയം തോന്നി. നമ്പർ കണ്ടതും ശാരദാമ്മയ്ക്ക് സംശയം മാറി. ഉടനെ ശാലിനിയോട് പറഞ്ഞു, മോളെ ആ ജീപ്പ് അത് എന്ന് പറഞ്ഞതും ശാലിനി വേഗം ആ ജീപ്പിലേക്ക് നോക്കിയപ്പോ അത് വിഷ്ണുവിന്റെ ജീപ്പാണെന്ന് ശാലിനിക്ക് മനസ്സിലായി. അമ്മേ, അത് വിഷ്ണുവേട്ടന്റെ ജീപ്പാ അമ്മേ എന്ന് ശാലിനി സങ്കടത്തോടെ ശാരദാമ്മയോട് പറയുന്നു. വേദന സഹിച്ചുകൊണ്ട് ശാലിനി അത് പറയുന്നത് കേട്ട് ശാരദാമ്മ ആകെ ടെൻഷനിലായി. ഉടനെ സദാനന്ദൻ പറഞ്ഞു, അതെ, നിങ്ങൾ കൊച്ചിനെ പിടിച്ചിങ്ങനെ നിൽക്കാതെ വേഗം വണ്ടി കയറാൻ നോക്ക് എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ ചോദിച്ചു, അല്ല സദാനന്ദ, ഈ ജീപ്പ് അല്ലാതെ വേറെ വല്ല വണ്ടിയും ഉണ്ടോ ശാരദാമ്മ, വല്ല വണ്ടിയും കിട്ടുമോ സദാനന്ദ എന്ന് ചോദിച്ചപ്പോ ഉടനെ അയാൾ പറഞ്ഞു, നിങ്ങൾക്കേ ഞാൻ AC ഉള്ള ഒരു ആംബുലൻസ് വിളിച്ചു വരുത്താം, എന്താ അത് മതിയോ? എന്റെ ചേച്ചി, കിട്ടിയ വണ്ടിക്ക് വേഗം കൊച്ചിനെ കൊണ്ട് കയറി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക്. ഒരു വിധത്തിലാണ് അയാള് കൊണ്ടുപോകുന്ന ഇപ്പൊ പറഞ്ഞത്. ഇതുപോലെ മനസാക്ഷിയുള്ള ഒരാളെങ്കിലും കിട്ടി തന്നെ ഭാഗ്യം. വേഗം ഈ വണ്ടിയിൽ കയറാൻ നോക്ക്, അല്ലെങ്കിൽ ഇതാകെ ഗുലുമോലാകും എന്ന് പറഞ്ഞപ്പോ ഉടനെ വിഷ്ണുവിന്റെ കൂടെ എങ്ങനെ പോകുന്നോർത്ത് ശാരദാമ്മ സങ്കടപ്പെട്ടതും ശാലിനി പറഞ്ഞു, സാരയില്ലമ്മേ, നമുക്ക് കയറാം. ഉടനെ മോളെ അതിനിപ്പോ എന്താ ചെയ്യുക എന്ന് ചോദിച്ചപ്പോ ശാലിനി വേഗം തന്റെ ഷോൾ എടുത്ത് തലയിലൂടെ മൂടിയിട്ടു, വിഷ്ണു കാണാതിരിക്കുവാനായിട്ട്. ഉടനെ ശാലിനി കാണിച്ചതുപോലെ തന്നെ ശാരദാമ്മയും തന്റെ സാരി തലപ്പ് വേഗം തലയ്ക്ക് മുകളിലൂടെ മറച്ചിട്ടിട്ട് വേഗം തന്നെ ശാലിനിയും കൊണ്ട് പെട്ടെന്ന് ആ ജീപ്പിലേക്ക് കയറാനായി പോകുന്നു. അപ്പോഴേക്കും ആ ഡ്രൈവർ ഓടിച്ചെന്ന് ഡോറ് തുറന്നു കൊടുത്തു. ശാലിനിയെയും വിളിച്ച് ശാരദാമ്മ ഒരു വിധത്തിൽ ആ വണ്ടിക്കകത്തേക്ക് കയറിയിരുന്നു. അപ്പോഴേക്കും വിഷ്ണു മാറി നിന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോൺ സംഭാഷണം കഴിഞ്ഞ ഉടനെ തന്നെ ആ ഡ്രൈവർ അരികിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, സാറേ, അവര് വണ്ടിയിൽ കയറിയിട്ടുണ്ട്, കരുണ ഹോസ്പിറ്റലാണ് കേട്ടോ എന്ന് അറിയിച്ചു. വളരെ ഉപകാരം സാറേ എന്ന് പറഞ്ഞ് ഇതിലെ പോയ 2-3 വണ്ടിക്ക് കൈ കാണിച്ചു സാറേ, ഒരു വണ്ടിയും നിർത്തിയില്ല എന്നൊക്കെ പറഞ്ഞു. ഉടനെ വിഷ്ണു, അല്ല താൻ വരുന്നില്ലേ എന്ന് ചോദിച്ചു. ഇല്ല സാറേ, ഒരു പെൺകൊച്ചും അമ്മയും മാത്രമേ ഉള്ളൂ, ഞാൻ ഈ ബ്രേക്ക് ഡൗൺ ആയ വണ്ടി ഇവിടെ തനിച്ചിട്ട് ഞാൻ എങ്ങനെയാ സാറേ വരുന്നത് എന്ന് പറഞ്ഞപ്പോ ഉടനെ വിഷ്ണു പറഞ്ഞു, ഓ എന്നാ ശരി. അല്ല സാറേ, പെൺകൊച്ചിന് പെയിൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞതും, എടോ എന്നിട്ടാണോ താൻ ഇത്രയും നേരം കിന്നാരം പറഞ്ഞുകൊണ്ട് നിന്നത് എന്ന് ചോദിച്ച് വിഷ്ണു വേഗം വണ്ടിയിലേക്ക് ചാടിക്കയറണം. അപ്പോഴേക്കും വിഷ്ണു വേഗം തന്നെ വണ്ടിയിലേക്ക് വന്നോടെ, ഇപ്പൊ തന്നെ പോവാട്ടോ, നമുക്ക് ഉടനെ തന്നെ അവിടെ എത്താം എന്ന് പറഞ്ഞ് വിഷ്ണു വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ശാരദാമ്മ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോ ആ വിഷ്ണുവിന്റെ വണ്ടി അവിടെ നിന്ന് പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു, അങ്ങനെ ഒരു തൊല്ല ഒഴിഞ്ഞുപോയി, സമാധാനം എന്ന് പറഞ്ഞ് അതങ്ങനെ തലേന്ന് ഒഴിഞ്ഞു പോയല്ലോ എന്ന് അയാൾ സമാധാനിച്ചു. ഉടനെ ശാരദാമ്മയും ശാലിനിയും വണ്ടിക്കകത്ത് കയറിയതിനു ശേഷം കരയാൻ പോലും വയ്യാതെ ശാലിനി തന്റെ വേദന മുഴുവൻ കടിച്ചമർത്തുന്നു. ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാനായി ശാലിനി അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വേദന ഉള്ളിലൊതുക്കി ശാലിനി അങ്ങനെ വിഷ്ണുവിന്റെ വണ്ടിയിലായതുകൊണ്ട് ശബ്ദം പോലും വിഷ്ണു തിരിച്ചറിയുമെന്നുള്ള ആശങ്കയിൽ അവർ പുറത്തു പറയാതെ ഒന്നും മിണ്ടാതെ അങ്ങനെ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുന്നു. ഈ സമയത്തിന് ധന്യ ഡോക്ടറുടെ ഫോണിലേക്ക് സത്യഭാമ വിളിച്ചു. അവിടെ
ശ്യാമയുമായി ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആകാൻ വരുന്നുണ്ടെന്നുള്ള വിവരം കേട്ടതോടെ ഉടനെ തന്നെ സണ്ണി ഡോക്ടർ പറഞ്ഞു, ശരി സത്യാമ്മേ, ഞാൻ ഇവിടെ ഉണ്ട്, വന്നോളൂ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അപ്പോഴാണ് സിസ്റ്റർ വിദ്യ അവിടേക്ക് എത്തിയത്. വിദ്യ വന്നത് വേഗം തന്നെ ധന്യ ഡോക്ടർ പറഞ്ഞു, വിദ്യ ഇപ്പൊ ഒരു പേഷ്യന്റ് വരുന്നുണ്ട്, ആ പേഷ്യന്റിന്റെ കാര്യങ്ങൾ വിദ്യ തന്നെ നോക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോ വിദ്യ പറഞ്ഞു, അയ്യോ ഡോക്ടറെ, ഇന്ന് എനിക്ക് ഓവർ ഡ്യൂട്ടി ഇടരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതാണ്, ഇന്ന് എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഞാൻ പോവാണ് ഡോക്ടറെ എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ ധന്യ ഡോക്ടർ ചോദിച്ചു, അല്ല നീ തന്നെയല്ലേ സാധാരണ പറയാറുള്ളത് ഓവർ ഡ്യൂട്ടി തരണമെന്ന് പറഞ്ഞ്, നീ ഇവിടെ എന്നും പറയാറുണ്ടായിരുന്നതല്ലേ, എന്നിട്ടിപ്പോ എന്താ പറ്റിയത്? അല്ല ഇപ്പോ നിനക്ക് ഇത്ര പെട്ടെന്ന് പോണെന്ന് ധൃതി പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ അടുത്ത് തന്നെ നീ ക്വാർട്ടേഴ്സ് എടുത്ത് താമസിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് അറിയാവുന്നത്, നിനക്ക് വീട്ടിലാകെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇതുപോലെയൊക്കെ ഓവർ ഡ്യൂട്ടി വരുമ്പോ നീ അത് എടുക്കാൻ വേണ്ടിയാണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ എന്നൊക്കെ ധനി ഡോക്ടർ പറഞ്ഞു. അത് കേട്ടതും വിദ്യ പറഞ്ഞു, ഡോക്ടറെ ശരി തന്നെയായിരുന്നു, പക്ഷെ നാളെ ഒരു ചെറുക്കൻകുട്ടിയെ പെണ്ണ് കാണാനായി വരുന്നുണ്ട്, അതുകൊണ്ട് നാളത്തെ ദിവസത്തേക്ക് വേണ്ടിയാണ് ഞാൻ വീട്ടിലേക്ക് പോവാ, അതുകൊണ്ടാ എന്ന് പറഞ്ഞു. അത് കേട്ടതും ധന്യ ഡോക്ടർ പറഞ്ഞു, ഓ എന്തായാലും അത് നല്ലൊരു വാർത്തയാ, അങ്ങനെ ഒരു കാര്യം നടക്കാൻ പോവല്ലേ, എത്ര നാളായി, എന്തായാലും ഇപ്പോൾ തന്നെ ഏജ് ഓവറായി വന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോ നടക്കേണ്ട സമയം കഴിഞ്ഞു, അതുകൊണ്ട് ഇനിയെങ്കിലും എത്രയും വേഗം വിവാഹം നടക്കട്ടെ, പലതവണയും അവർ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് പണത്തിന്റെ കാര്യം പറഞ്ഞിട്ടായിരുന്നല്ലോ, ഇത്തവണ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഞാനും സഹായിക്കാം കേട്ടോ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ വിദ്യ പറഞ്ഞു, പക്ഷെ അങ്ങനെ പ്രശ്നമില്ല, ഇത്തവണ അവർ ചോദിച്ച പണമൊക്കെ കൊടുക്കാനായി ഞങ്ങൾ അത് സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട്, അത് മാത്രമല്ല ഞങ്ങൾ പരസ്പരം ഫോട്ടോയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടതുമാണ്, പിന്നെ ഒരു പേരിന് മാത്രമാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നത് എന്നറിയിച്ചു. ഉടനെ ധന്യ ഡോക്ടർ പറഞ്ഞു, ഓ അങ്ങനെയാണോ, അപ്പോ ഉടനെ തന്നെ ഒരു പാർട്ടിയൊക്കെ ഉണ്ടല്ലേ, ഒരു ചെലവ് പ്രതീക്ഷിക്കാവല്ലേ എന്ന് പറഞ്ഞപ്പോ വിദ്യ പറഞ്ഞു, അയ്യോ ഡോക്ടറെ, അത്ര വലുതായിട്ടൊന്നും കാണില്ല എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് ഒരു കിലോ ചോറ് ഞങ്ങൾക്ക് തരുമല്ലോ എന്ന് മാത്രമാണ്, പിന്നെ അല്ല നീ ഇപ്പൊ ഈ ഡ്യൂട്ടി ഒന്നും വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിനക്കിനി എന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ തരാട്ടോ എന്ന് പറഞ്ഞപ്പോ ഡോക്ടറോട് വിദ്യ പറഞ്ഞു, വേണ്ട ഡോക്ടറെ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ വിദ്യയോട് ഡോക്ടർ ചോദിച്ചു, അല്ല വിദ്യയെ, അതെന്ത് പറ്റി, നിനക്ക് വല്ല കോളും അടിച്ചോ, ഇപ്പോ സാമ്പത്തികമായിട്ട് നിനക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു, എന്തു പറ്റി, എന്തെങ്കിലും കോൾ അടിച്ച ലക്ഷണം ഉള്ളതുപോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ വിദ്യ പെട്ടെന്ന് തനിക്ക് സുസ്മിത തന്ന ആ നോട്ടിനെ കുറിച്ച് ആലോചിച്ചു. സുസ്മിതയാണ് തന്നെ സഹായിക്കുന്നതെന്ന് ഉള്ള കാര്യം മറ്റാരോടും പറയാൻ കഴിയാത്തത് കൊണ്ട് വിദ്യ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല ഡോക്ടർ, ഞങ്ങൾക്ക് പറ്റിയൊരു ആലോചന വന്നു എന്ന് മാത്രമേ ഉള്ളൂ, എന്നാ ഡോക്ടർ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചതും തന്നെ ഡോക്ടർ പറഞ്ഞു, ശരി ശരി, വേഗം പൊയ്ക്കോ, ഇനിയും സമയം കളയണ്ട, കായംകുളത്തേക്ക് പോകേണ്ടതല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ധന്യ വിദ്യ അവിടെ നിന്ന് പൊയ്ക്കോളാനായി സമ്മതിച്ചു. ഉടനെ വിദ്യ ഡ്രസ് ചേഞ്ച് ചെയ്യാനായി നഴ്സിംഗ് റൂമിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വിഷ്ണു കർണ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. ഉടനെ വിഷ്ണു ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ആ ഓട്ടോക്കാരനെ എവിടുന്നാ കിട്ടിയത്, ഇതുപോലെയുള്ള ഓട്ടോക്കാരെ ഒന്നും ഒരു കാരണവശാലും ഇതുപോലെയുള്ള ഒരു എമർജൻസിക്ക് നിങ്ങൾ വിളിക്കരുത് കേട്ടോ, കാരണം എന്തൊരു താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ്, ഒട്ടും ആത്മാർത്ഥത ഇവന്മാരൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല, പിന്നെ ഇപ്പോ അവനെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ഈ കുട്ടിയുടെ ഭർത്താവില്ലേ അവന്റെ പിടിപ്പുകേട് എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ തന്നെ കുറ്റപ്പെടുത്തുന്ന കേൾക്കുമ്പോ ശാലിനി പറഞ്ഞു, ഇല്ല വിഷ്ണുവേട്ടാ, എന്റെ ഭർത്താവിന്റെ പിടിപ്പുകേടല്ല, എന്റെ കുറ്റമാണ്, എന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് വിഷ്ണുവേട്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, എന്റെ മാത്രം കുറ്റവാ, വിഷ്ണുവേട്ടൻ ഒരിക്കലും കുറ്റം പറയത്തില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ വിഷ്ണു പറഞ്ഞു, അത് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്റെ ഭാര്യയുടെ അമ്മയെ അറിയാമായിരിക്കും, കേട്ടിട്ടില്ലേ, കുടുംബശ്രീ ശാരദ എന്ന് പറഞ്ഞ് ഒരു വലിയ പേര് കേട്ട ഹോട്ടലൊക്കെയാ, അതുകൊണ്ട് അവിടുത്തെ ശാരദാമ്മ പറയാറുണ്ട്, ഇതുപോലെ ആരോരുമില്ലാത്തവർക്ക് ആശ്രയത്തിന് ദൈവം ഒപ്പമുണ്ട് എന്ന്, അതുപോലെ തന്നെ ഇവിടെ ഇപ്പോ ഞാൻ ആരുമല്ലെങ്കിലും നിങ്ങൾക്ക് സഹായിയായിട്ട് എനിക്ക് വരാൻ കഴിഞ്ഞില്ലേ എന്ന് വിഷ്ണു പറയുമ്പോ ശാരദാമ്മ മനസ്സിൽ പറഞ്ഞു, എന്റെ മോനെ, ദൈവം സഹായത്തിനുണ്ടെന്നല്ല, ദൈവമാണ് നീ ദൈവമായിട്ട് നിന്റെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി അവളുടെ ഭർത്താവായ നീ തന്നെ ഇവിടെ വന്നു ഞങ്ങളെ സഹായിക്കാനായി, ഇവിടെ ഇപ്പോ ഈ നിർണായക പ്രതിസന്ധിയിൽ ഞങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായി നീ തന്നെയാണ് മോനെ ഇവിടെ വന്നത് എന്ന് മനസ്സിൽ ശാരദാമ്മ വിഷ്ണുവിന്റെ ആ വാക്കുകൾ കേട്ട് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കും വിദ്യ പോകുവാനായിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ധന്യ ഡോക്ടറുടെ അരികിലേക്ക് എത്തി. ഡോക്ടർ ഞാൻ ഇറങ്ങുകയാട്ടോ എന്ന് പറഞ്ഞതും ഡോക്ടർ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശരി ശരി ഞാൻ പ്രാർത്ഥിച്ചോളാം, എല്ലാം നന്നായി നടക്കും എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ്
സത്യാമ്മ ശ്യാമയുമായ ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. സത്യാമ്മ ശ്യാമയും കൊണ്ട് അവിടേക്ക് വന്നപ്പോ വിദ്യ അവിടെ നിൽക്കുന്നത് കണ്ടതോടെ വിദ്യക്ക് ശ്യാമയെ കണ്ടതും കാര്യം മനസ്സിലായി. ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു, വിദ്യ, ഞാൻ പറഞ്ഞില്ലേ ഒരു പേഷ്യന്റ് വരുന്നുണ്ടെന്ന്, ഇതാണ് ആ പേഷ്യന്റ് എന്ന് വിദ്യയോട് ഡോക്ടർ അറിയിച്ചു. ഉടനെ തന്നെ ശ്യാമയ്ക്ക് അന്ന് അബോർഷൻ സംഭവിച്ച ദിവസം വിദ്യ തന്നെ അരികിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ശ്യാമയ്ക്ക് അബോർഷൻ എന്നുള്ള കാര്യം വിദ്യക്ക് അറിയാവുന്നത് കൊണ്ടും വിദ്യ ആകെ സംശയത്തോടെ നോക്കി. അപ്പോൾ ഡോക്ടറുടെ അരികിലേക്ക് സത്യാമ്മ ശ്യാമയുമായി എത്തിച്ചതോടെ ഡോക്ടറെ നോക്കി ശ്യാമ ആകെ വിഷമത്തോടെ നോക്കുന്നത് കണ്ട് ഡോക്ടർ കണ്ണടച്ച് കാണിച്ചു, ഒരു പ്രശ്നവുമില്ല, ധൈര്യമായിട്ടിരിക്കുന്നുള്ള രീതിയിൽ. അത് കണ്ടതും ശ്യാമ സമാധാനത്തോടു കൂടി ഇരുന്നു. ഉടനെ സത്യാമ്മ വന്ന ഉടനെ തന്നെ ശ്യാമയെ റൂമിലേക്ക് ആക്കുന്നതിനായിട്ട് ഡോക്ടർ പറഞ്ഞു, അയ്യോ ഇന്നിപ്പോ നിങ്ങളെ റൂമിലേക്ക് ആക്കാനായിട്ട് ഞാനിപ്പോ ആരെയാ എന്ന് പറഞ്ഞതും വിദ്യ പറഞ്ഞു, അതിനെന്താ മാഡം, ഞാൻ കൊണ്ടേ ആക്കാലോ. ഏത് റൂമാ ഡോക്ടർ എന്ന് ചോദിച്ചതും ലേബർ റൂം 2 ശ്യാമയെ കൊണ്ടുപോകേണ്ടത് എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ ഉടനെ വിദ്യ പറഞ്ഞു, അതിനെന്താ ഡോക്ടർ, ഞാൻ കൊണ്ടുപോയാക്കാം. അപ്പോഴേക്കും തന്നെ ഡോക്ടർ ചോദിച്ചു, അല്ല വിദ്യക്ക് ഇപ്പൊ പോകണ്ടേ എന്ന് ചോദിച്ചപ്പം ഡ്യൂട്ടി ഈസ് ഫസ്റ്റ് മാഡം എന്ന് പറഞ്ഞപ്പോഴേക്കും ശരി ഇവരെ ആക്കിയിട്ടെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ വിദ്യ പറഞ്ഞു, അതെ ലേബർ റൂമിലേക്കാ കൊണ്ടുപോകുന്നത് കേട്ടോ, അല്ല ഡെലിവറി ആണല്ലേ എന്ന് ചോദിച്ചതും എന്നാ ഡേറ്റ് എന്ന് അന്വേഷിച്ചു. മറ്റന്നാളാ എന്ന് സത്യാമ്മ മറുപടി നൽകി. അത് കേട്ട ഉടനെ തന്നെ പെയിൻ ഉണ്ടായി തുടങ്ങിയോ എന്ന് വിദ്യ അന്വേഷിച്ചതും ഇല്ല, ഞങ്ങള് നേരത്തെ വന്ന് അഡ്മിറ്റ് ആയി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് സത്യാമ്മ മറുപടി നൽകി. ഉടനെ ശ്യാമയോട് പറഞ്ഞു, അതെ കുട്ടി ഇങ്ങി വന്നോളൂ, ലേബർ റൂമിലേക്കാ, നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ എന്ന് പറഞ്ഞു രോഹിത്തിനോടും സത്യാമ്മയോട് നിർത്തോളം പറഞ്ഞതിന് ശേഷം വിദ്യ ശ്യാമയെ വിളിച്ചുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. രോഹിത്ത് അവിടെ വാതിക്കൽ അങ്ങനെ കാത്തു നിന്നു. രോഹിത്തും സത്യാമ്മയും ആ ചെയറിൽ അങ്ങനെ ഇരിക്കുമ്പോൾ വിഷ്ണു ശാലിനിയുമായി ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഈ സമയത്ത് ലേബർ റൂമിലേക്ക് വന്ന വിദ്യ ശ്യാമയോട് ബെഡിലേക്ക് കിടന്നോളാനായി പറഞ്ഞു. ഉടനെ ശ്യാമ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് പെയിൻ ഒന്നും തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത് കേട്ട് ശ്യാമയോട് വിദ്യ പറഞ്ഞു, അതൊന്നും പ്രശ്നമില്ല കുട്ടി, കുട്ടിക്ക് പെയിൻ ഉണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാനല്ലേ ചെക്ക് ചെയ്യുന്നത്, കുട്ടി ഇവിടെ കിടന്നോളൂ എന്ന് പറഞ്ഞു. ശ്യാമ അവിടെ വന്നിരിക്കുമ്പോഴേക്കും ഉടനെ വിദ്യ ചോദിച്ചു, കുട്ടിക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു, ഇല്ല. ഉടനെ തന്നെ വിദ്യ പറഞ്ഞു, അതെ അന്ന് കുട്ടി ഇവിടെ വന്നിരുന്നില്ലേ പെയിൻ ആയിട്ട്, അന്നത്തെ ദിവസം കുട്ടിക്ക് അബോർഷൻ സംഭവിച്ചപ്പോ ഡോക്ടറെ അസിസ്റ്റ് ചെയ്തത് ഞാനായിരുന്നു എന്ന് വിദ്യ അറിയിച്ചു. അത് കേട്ടതോടെ ശ്യാമ ആകെ ടെൻഷനിലായി. ഉടനെ വിദ്യ പറഞ്ഞു, അതെ അന്ന് അബോർഷൻ സംഭവിച്ച കുട്ടി പിന്നെ ഇങ്ങനെ പ്രഗ്നന്റ് ആയെന്നും കുട്ടിക്ക് വല്ല ദിവ്യഗർഭം ഉണ്ടായെന്നും എനിക്കൊന്നും അറിയണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യ അവിടെ ശ്യാമയോട് കിടന്നോളനെ പറഞ്ഞു. ഈ സമയത്ത് ധന്യ ഡോക്ടർ വേഗം വാതിക്കലേക്ക് എത്തി. ഡോക്ടർ വന്ന് ലേബർ റൂമിന് മുന്നിലേക്ക് എത്തിയതും അവിടെ രോഹിത്തും സത്യാമ്മ ഇരിക്കുന്നത് കണ്ട് വിദ്യ ഡോക്ടർ ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത്? അപ്പോഴേക്കും സത്യാമ്മ പറഞ്ഞു, അല്ല ഞങ്ങളോട് ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ആരാ പറഞ്ഞത് എന്ന് തന്നെ അന്വേഷിച്ചു. അല്ല ആ സിസ്റ്റർ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ തനിക്ക് ആകെ സംശയം തോന്നുന്നു. ധന്യ ഡോക്ടർ വേഗം അവരോട് പറഞ്ഞു, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് വേഗം ശ്യാമയെ വിദ്യ കൊണ്ടുപോയ ആ ലേബർ റൂമിലേക്ക് സത്യാമ്മയെയും രോഹിത്തിനെയും കൂട്ടിക്കൊണ്ട് ധന്യ ഡോക്ടർ പോകുന്നു. ഈ സമയത്ത് ശ്യാമ ബെഡിലേക്ക് കിടക്കാൻ മടി കാണിക്കുന്നത് കണ്ട് വിദ്യ പറഞ്ഞു, കുട്ടി കിടന്നോളൂ, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ ശ്യാമയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നു. ദൈവമേ, അവര് കൈ തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ മനസ്സിലാവുമല്ലോ പാടാണെന്ന്, ഇതോടെ എല്ലാം തകരുമല്ലോ ദൈവമേ, ഇനി എന്താ ചെയ്യുക എന്ന് ആലോചിച്ചുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ വിദ്യ വയറ്റത്ത് കൈവെക്കാനായി കൈയുമായി പോകുന്ന സമയത്ത് വിദ്യ എന്നുള്ള ധന്യ ഡോക്ടറുടെ വിളി കേട്ടു. വിദ്യയും ശ്യാമയും ഞെട്ടുന്നു. ഉടനെ വിദ്യ ഞെട്ടലോടെ നോക്കുമ്പോ അരികിലേക്ക് എത്തിയ ധന്യ ഡോക്ടർ ചോദിച്ചു, വിദ്യ എന്നാ MBBS എടുത്തിരിക്കുന്നത്? ഞാൻ അറിഞ്ഞില്ലല്ലോ വിദ്യ MBBS എടുത്തത്. എന്റെ പേഷ്യന്റിനെ എന്റെ അനുവാദമില്ലാതെ പരിശോധിക്കാൻ നിന്നോടാരാ പറഞ്ഞത് എന്ന് ചോദിച്ചതും നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പോ വിദ്യ പറഞ്ഞു, അത് പിന്നെ ഡോക്ടർ ഞാൻ എന്ന് പറഞ്ഞപ്പോ വേണ്ട, ഇനി കൂടുതലൊന്നും പറയണ്ട, നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞല്ലേ, ഇനി ഈ ഹോസ്പിറ്റലിനകത്ത് നിന്നെ കണ്ടുപോകരുത്, പോ പുറത്ത് എന്ന് പറഞ്ഞ് വിദ്യയെ വാൺ ചെയ്ത് ധന്യ ഡോക്ടർ അവിടെ നിന്ന് പോകാനായി പറയുന്നു. അവിടുന്ന് വിദ്യ തന്റെ ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഉടനെ ഡോക്ടർ പറഞ്ഞു, അതെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഈ റൂമിൽ നിങ്ങൾ ഇരുന്നോ ശ്യാമയ്ക്ക് കൂട്ടായിട്ട്, എനിക്ക് റൗണ്ട്സ് ഉണ്ട്, ഞാൻ റൗണ്ട്സിന് പോയിട്ട് വരാം, ധൈര്യമായിട്ടിരുന്നോ കേട്ടോ. ശ്യാമ പേടിക്കൊന്നും വേണ്ട, ഇവിടെ കുട്ടിയുടെ കേസ് അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ മാത്രമായിരിക്കും, മറ്റൊരു ഡോക്ടർമാരും കുട്ടിയുടെ കേസ് എടുക്കില്ല കേട്ടോ എന്ന് പറഞ്ഞ് ശ്യാമയെ സമാധാനപ്പെടുത്തുന്നു. അതിനുശേഷം ഡോക്ടർ സത്യാമ്മയോടും രോഹിത്തിനോടും പറഞ്ഞു, അതെ ശ്യാമയുടെ അരികിൽ നിങ്ങൾ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിക്കോ, ഇവിടെ മറ്റേത് ഡോക്ടർമാർ വന്നാലും മറ്റേത് നേഴ്സുമാർ വന്നാലും ആരെയും അകത്തേക്ക് കയറ്റണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഈ സമയത്ത് ശാലിനി
വേദന കടിച്ചമർത്തി ശബ്ദം പുറത്തു വരാതെ കരഞ്ഞുകൊണ്ട് വേദന കാരണം ആ ജീപ്പിലിരുന്ന് അങ്ങനെ പൊളഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് ശാരദാമ്മ ശാലിനിയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേക്കും ശ്യാമ ആലോചിച്ചു, ദൈവമേ, കുഞ്ഞേച്ചിക്ക് വേദന തുടങ്ങിയെന്നുള്ള കാര്യം ഡോക്ടറോടൊന്ന് പറയാൻ പോലും കഴിഞ്ഞില്ലല്ലോ. സത്യാമ്മയും രോഹിത്തും അരികിലുള്ളതുകൊണ്ട് അത് പറയാനും സാധിച്ചില്ല. പാവം, ഈ രാത്രിയിൽ അമ്മ തനിച്ച് കുഞ്ഞേച്ചിയും കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവുമോ എന്ന് മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് ആശങ്കപ്പെട്ടിങ്ങനെ ശ്യാമ ഇരിക്കുമ്പോ സത്യാമ്മ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, മോളെന്താ ആലോചിക്കുന്നത്? ടെൻഷൻ ആവുമൊന്നും വേണ്ട കേട്ടോ, സുഖപ്രസവമായിരിക്കും, മോള് വിഷമിക്കാറെ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും മോളുടെ അരികിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് ശ്യാമയെ തലോടിക്കൊണ്ട് ആശ്വസിപ്പിച്ചു. ശ്യാമ അത് കേട്ട് പുഞ്ചിരിയോടെ അങ്ങനെ ഇരിക്കുമ്പോഴും ശാലിനിക്കും ശാരദാമ്മയ്ക്കും എന്ത് സംഭവിച്ചു എന്നുള്ള ടെൻഷനായിരുന്നു ശ്യാമയുടെ മനസ്സിൽ. ഈ സമയത്ത് വിഷ്ണു ശാലിനിയെയും ശാരദാമ്മയുമാണ് തന്റെ വണ്ടിക്കകത്ത് ഉള്ളതെന്നറിയാതെ വേഗം നമ്മൾ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ എത്തും കേട്ടോ, പേടിക്കണ്ട, ഇപ്പൊ തന്നെ എത്തും എന്ന് പറഞ്ഞ് വിഷ്ണു അവരോട് ഇപ്പൊ എത്തിച്ചേരുമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്ന് അവരുടെ ടെൻഷൻ കുറയ്ക്കാനായി ശ്രമിക്കുന്നു. ഈ സമയത്ത് ശാലിനി വേദന കാരണം അമ്മയുടെ കൈകൾ ഇറുക്കി പിടിച്ച് അമ്മയുടെ നെഞ്ചിലേക്ക് തോളിലേക്ക് ചേർന്ന് ശാലിനി വേദന കടിച്ചമർത്തി അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ വിദ്യ സുസ്മിതയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. സുസ്മിത പുറത്തേക്ക് പോകാനായി വണ്ടിക്കരികിലേക്ക് എത്തിയപ്പോഴാണ് കോൾ വരുന്നത് കണ്ടത്. ഈ വിദ്യയുടെ കോളാണെന്ന് മനസ്സിലാക്കിയതോടെ സുസ്മിത ആലോചിച്ചു, ഓ, വിദ്യയാണല്ലോ, അല്ല അവൾക്ക് ഇനിയിപ്പോ എന്താ വേണ്ടത്? എന്റെ കയ്യിൽ നിന്ന് കാശ് പിടിക്കുന്നൊന്നും പോരാഞ്ഞിട്ടായിരിക്കും, ഇനിയും കാശ് ഊറ്റിയെടുക്കാനായിരിക്കും വിളിക്കുന്നത് എന്നാലോചിച്ച് ഉടനെ സുസ്മിത കോൾ അറ്റൻഡ് ചെയ്തു. കോൾ എടുത്തതും വിദ്യ പറഞ്ഞു, സുസ്മിതെ, ഒരു ന്യൂസ് പറയാനുണ്ട്, ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ എന്താ, നിന്റെ വിവാഹക്കാരി ആയിരിക്കും അല്ലെ എന്ന് സുസ്മിത അന്വേഷിച്ചു. അപ്പോഴേക്കും ഉടനെ വിദ്യ പറഞ്ഞു, അതൊന്നുമല്ല, ഇവിടെ ശ്യാമ എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. അത് കേട്ടതോടെ സുസ്മിത ചോദിച്ചു, ശ്യാമയോ, എന്തിന് എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ, ഡെലിവറിക്കാ വന്നതെന്നാണ് പറഞ്ഞത്, കൂടെ ആ സത്യാമ്മയും രോഹിത്തുമുണ്ട്, അവളുടെ ഭർത്താവും അമ്മയും കൂട്ടിയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഇവിടെ വന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ട്, മറ്റന്നാളത്തേക്കാണ് അവളുടെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് എന്ന് കേട്ടതോടെ അബോർഷനായ അവൾക്ക് എങ്ങനെയൊന്നേരം ഡെലിവറി ഉണ്ടാവുക എന്ന് സുസ്മിത സംശയത്തോടെ വിദ്യയോട് ചോദിച്ചപ്പോ വിദ്യ പറഞ്ഞു, എന്റെയും ടെൻഷൻ അത് തന്നെയാണ്, എന്തായാലും ഇവിടെ വന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞത് കേട്ട് സുസ്മിത ഇനി അതെങ്ങനെയാണ് തെളിയിക്കേണ്ടതെന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു.